ദൈവത്തെ ഓർത്ത് നീ മീൻകറി വെക്കരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യമാണ്. അത് എനിക്ക് കൊണ്ടു. എന്നാൽ പിന്നെ ഇന്ന് മീൻകറി തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും കുറച്ച് കേരത്തല വാങ്ങിയിട്ടില്ലായിരുന്നോ, അത് തന്നെ അങ്ങ് തലക്കറി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുള്ളി ഒന്ന് ഞെട്ടട്ടെ, ഞാൻ ചില്ലറക്കാരിയല്ലെന്ന് മനസ്സിലാവട്ടെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്ന സമയത്ത് വഴിയെ പറയാം കേട്ടോ. ദേ ഈ ചട്ടി ഉണ്ടല്ലോ, കഴിഞ്ഞ തവണ നമ്മൾ പള്ളിപ്പുറം പെരുന്നാളിന് പോയില്ലേ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അമ്മ 1-2 തവണയ്ക്ക് ഇതിനകത്ത് മീൻകറിയൊക്കെ വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മീൻകറി ഇതിനകത്ത് വെക്കുന്നത്. 1-2 തവണ മാത്രമേ ഇതിന് മുന്നേ ഞാൻ മീൻകറി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിക്കാം കേട്ടോ. അപ്പോൾ അതാ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും നിറത്തിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നേരത്തെ തന്നെ ഞാനിവിടെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, എണ്ണയും അരപ്പും തെളിഞ്ഞ് മാറിക്കിടക്കുന്നത് അതാണ് കേട്ടോ ഇതിൻ്റെ. കുറച്ച് കുടംപുളിയും ഉപ്പും കൂടെ വെള്ളത്തിലിട്ട് നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും ഉപ്പും പുളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് അത്രയും ചാറില്ലല്ലോ, തലക്കറിക്ക് നല്ല ചാറ് വേണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വിട്ടിരുന്നങ്ങ് തിളക്കട്ടെ. ഉപ്പ് നോക്കിയിട്ട് ഈ വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അന്നേരം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് അങ്ങ് തിളപ്പിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി മീൻകറി റെഡി കേട്ടോ. ഇപ്പോൾ എനിക്ക് മീൻകറി വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവരൊക്കെ എവിടെ, എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അതാ ഈ മീൻകറിയും കൂടി വെച്ചപ്പോൾ ഇവർ ശരിക്കും എന്നൊരു കുക്കായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.